ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവിട്ട CNN ന്യൂസ് 18. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആ സ്ഫോടനം നടന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് എക്സ്ക്ലൂസീവായി CNN ന്യൂസ് 18 ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ആ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ്. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന്റെ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. വിശദാംശങ്ങൾ കൂടി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഉമർ നബി സഞ്ചരിച്ചെത്തിയ വാഹനം 6:30 മണി കഴിയുന്നതോടുകൂടി ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിച്ചിതറുന്ന ദൃശ്യങ്ങൾ. ഈ സ്ഫോടനത്തിലാണ് 12 പേർക്ക് ജീവൻ നഷ്ടമായത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ ഒരു സ്ഫോടനത്തിലാണ് നിരവധി പേർക്ക് അവിടെ ജീവൻ നഷ്ടമാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു തെളിവ് കൂടിയാണ്. അവിടെ സ്ഫോടനം നടക്കുന്നതിൻ്റെ വളരെ തിരക്കേറിയ സമയത്ത് അതിനിടയിലേക്ക് വാഹനം കൊണ്ടുവരികയും അവിടെ അമോണിയം നൈട്രേറ്റൊക്കെ ഉപയോഗിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഡിറ്റനേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഈ സ്ഫോടനം നടത്തിയെന്ന വിവരം വരുന്നു. മാത്രമല്ല പാക് സൈന്യത്തിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന സംശയം വളരെ ഗൗരവത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ മറ്റ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അവിടെ നിന്നുള്ള സഹായം, ഇതെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സമയം കൂടി നമുക്ക് പരിശോധിക്കാം. ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഗോൾഡൻ മോസ്കിന് സമീപം പാർക്ക് ചെയ്ത സ്ഥലത്ത് 3 മണിക്കൂർ കാർ ഉണ്ടായിരുന്നു. വൈകുന്നേരം 3:19 പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമർ നബിയുടെ ലക്ഷ്യം ഈ പാർക്കിംഗ് സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്തുക എന്നതായിരുന്നു. തിങ്കളാഴ്ചയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. പക്ഷേ അന്ന് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ അയാൾ പ്രതീക്ഷിച്ച തരത്തിൽ അവിടെ ആളുകൾ എത്തിയില്ല എന്നതാണ്. അവിടെ നിന്ന് ഈ വാഹനം പുറത്തേക്ക് പോവുകയാണ്. അത് 6:48 പുറത്തേക്ക് ഇറങ്ങുന്നത്. തുടർന്ന് ഏകദേശം 6:55 ഈ സ്ഫോടനം നടക്കുന്നു. 7 മണിയോടടുപ്പിച്ചാണ് ഈ സ്ഫോടനം നടക്കുന്നത്. ഈ വാഹനം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും അവശേഷിക്കുന്നുണ്ട്. പ്രതി പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും പുറത്ത് കിടക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ ഡൽഹി പോലീസിന് തന്നെ ആദ്യം ലഭിച്ചിരുന്നു. പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഇത് പരിശോധിക്കുകയാണ്. ഇതിൽ സൂചിപ്പിക്കുന്നത് കാറിൽ പ്രതി ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചതെന്നാണ്. മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന ചില സംശയങ്ങൾ അവശേഷിച്ചിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ ഒരാൾ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ ദര്യഗഞ്ച് റൂട്ടിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏജൻസികൾ പരിശോധിച്ചപ്പോഴും ഒരാളുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 100-ലധികം CCTVകൾ തന്നെ ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ I-20 കാറാണ്. ഇതൊരു I-20 കാറാണ്. മുഹമ്മദ് സൽമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു. അത് പിന്നീട് നദീം എന്ന മറ്റൊരാൾക്ക് വിൽപ്പന നടത്തി. നദീമാകട്ടെ ഈ കാറിനെ ഫരീദാബാദിലെ റോയൽ കാർ സോണിലെ ഒരു ഡീലർക്ക് കൈമാറി. അത് പിന്നീട് താരിഖ് എന്ന ആൾ വാങ്ങുന്നു. പിന്നീടാണ് ഇത് ഉമറിൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. ഈ 4-5 പേർ തന്നെ ഈ വാഹനം കൈമാറ്റം ചെയ്തതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. അതല്ല മറ്റുള്ളവർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, അത്തരം കാര്യങ്ങളുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. ഹരിയാനയിലെ താരിഖിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. 2015 തന്നെ താരിഖ് ഈ സ്ഫോടനം നടത്തിയ ഉമറിന് കാറ് നൽകിയതായാണ് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതുവരെ കാറ് താരിഖിൻ്റെ പേരിലായിരുന്നു. ഈ താരിഖിനെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഇടപാടിലെ പ്രധാന വ്യക്തിയായി ഇടനിലം നിന്നത് ആമിർ എന്നൊരു വ്യക്തിയാണ്. ഇയാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആമിറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഫരീദാബാദ് സ്ഫോടനം നടത്താനുള്ള ആസൂത്രണം നടത്തിയതിൽ 3ഓളം ഡോക്ടർമാരെ പോലീസ് പിടികൂടിയിരുന്നു. അവരെ ഉൾപ്പെടെ ഇപ്പോൾ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വനിതാ ചാവേറുകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ 3000 കിലോയിലധികമാണ് ഈ സ്ഫോടനത്തിന് വേണ്ടി അവർ സൂക്ഷിച്ചിരുന്നത്. അതിൽ ഇനി ഏതാണ്ട് 300 കിലോയിലധികം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയം അവശേഷിക്കുന്നു. മാത്രമല്ല ഡോക്ടർ ഉമർ തൻ്റെ
തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർ പിടിയിലായതോടെ പരിഭ്രാന്തനായി താനും പിടിയിലാകും എന്ന ഒരു ചിന്തയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് ഇവിടെ എത്തി ഈ സ്ഫോടനം നടത്തിയെന്നുമാണ് കരുതുന്നത്. വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലേക്ക് രാജ്യത്ത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഡോക്ടർമാർ, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ ഈ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞ് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അവിടെയാണ് മറ്റ് തീവ്രവാദ സംഘടനകളുടെ ഇടപെടൽ പരിശോധിക്കപ്പെടുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. കൃത്യമായും ഈ നടപടി ഏത് ഭാഗത്തു നിന്നുണ്ടായോ അവർക്ക് തിരിച്ചടി നൽകുമെന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫരീദാബാദിൽ നിന്ന് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ്, പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല ലക്നൌവിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ ഷാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഷഹീൻ വനിതാ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തി വനിതകളെ കൂടി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ആസൂത്രിതമായ ഒരു നീക്കം, ഗൂഢാലോചന നടത്തിയത് എന്ന വിവരം പുറത്തു വരുന്നു. നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ്. ആ സ്ഫോടനം നടന്നതിൻ്റെ ആ കാർ പൊട്ടിച്ചിതറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. 12 പേർക്ക് ജീവൻ നഷ്ടമായ ആ ഒരു സംഭവം, തീവ്രവാദികൾ നടത്തിയ സ്ഫോടനം, അതിൻ്റെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം വലിയ ഒരു സ്ഫോടനമാണ് അവിടെ നടന്നത് എന്നതിൻ്റെ ആ ഒരു വ്യാപ്തി, ഇന്റൻസിറ്റി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. CNN ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ എത്രത്തോളം വലിയ ഗുരുതരമായ ആൾനാശമായിരുന്നിരിക്കാം ഈ ഭീകരർ ആലോചിച്ചിരുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നമുക്കിപ്പോൾ എടുത്തു പറയാൻ കഴിയുന്നത്, അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താൻ ഇപ്പോൾ ആ തെരഞ്ഞെടുത്ത സ്ഥലമാണ്. നമുക്കറിയാം രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റാണ് ചാന്ദിനി ചൗക്ക്. അതിന് സമീപത്തായിട്ട്, മെട്രോ സ്റ്റേഷന് സമീപത്തായിട്ട് ആ സിഗ്നലിലാണ് ഈ സ്ഫോടനം നടന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സമയമാണ്, എത്രത്തോളം വാഹനങ്ങൾ, ഓട്ടോകളായിക്കോട്ടെ ഇലക്ട്രിക് ബസ്സുകളായിക്കോട്ടെ, അങ്ങനെ വലിയ ജനബാഹുല്യമുള്ള ഒരു സ്ഥലത്ത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടന്നു എന്നതാണ് അതിൻ്റെ ഭീകരത ഏറ്റവും കൂടുതലായി വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ദൃശ്യമാണ്. നിരപരാധികളെ കൊന്നൊടുക്കിയ സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. മാത്രമല്ല റോഡിലെ തിരക്ക് വളരെ വ്യക്തമാണ്. ആ ഒരു തിരക്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ സ്ഫോടക വസ്തു നിറച്ച വാഹനം ആ തിരക്കിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുന്നതും അവിടെ വളരെ പതിയെ സഞ്ചരിച്ച് ആ സ്ഫോടനം നടത്തുന്നതും എന്നത് വളരെ വ്യക്തമായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ചാന്ദിനി ചൗക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപമാണ് കാർ എത്തുന്നത്. അവിടെ വളരെ സ്ലോയിൽ ഈ വാഹനം സഞ്ചരിക്കുന്നു. തൊട്ടു പിന്നാലെ സ്ഫോടനം നടക്കുന്നു. ഡിറ്റനേറ്റർ ഉപയോഗിച്ചുള്ള സ്ഫോടനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീവ്രവാദ സംഘടനകൾ പലപ്പോഴും ഈ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. ഇവർക്ക് അതിന് നിയന്ത്രണമുണ്ട്. പലപ്പോഴും ഈ ഫാർമസി ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ ഇവരുടെ കൈകളിലേക്ക് എത്തി എന്നതിന് ഉത്തരം ശത്രുരാജ്യം തന്നെയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം അത് ബലമായി ഇന്ത്യ സംശയിക്കുന്നുണ്ട്. അവർ പോറ്റുന്ന തീവ്രവാദ സംഘടനകൾ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ സ്ഫോടനം എന്നതുകൂടി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടതിന് പിന്നാലെയാണ് ഈ വാഹനം ചിതറുന്നത്. ഫരീദാബാദ് മൊഡ്യൂളിലെ ഭീകരനായ ഡോക്ടർ ഉമർ നബി തന്നെയായിരുന്നു ഈ വാഹനത്തിൽ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള DNA പരിശോധനകൾ നടക്കുന്നുണ്ട്. മറ്റ് 2 ഭീകരർ കൂടി ഇതിന് സഹായം ചെയ്തു എന്ന വിവരമുണ്ട്. പക്ഷേ വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. ഈ ഫരീദാബാദ് ഭീകര മൊഡ്യൂളിൽ നിരവധി അറസ്റ്റുകൾ ആരംഭിച്ചപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന ഒരു പരിഭ്രാന്തിയിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്നുകൂടി വിലയിരുത്തുന്നുണ്ട്. അയാൾ തൻ്റെ കൂട്ടാളികളുമായി ചേർന്ന് ഡിറ്റനേറ്റർ സ്ഥാപിച്ച് ഈ സ്ഫോടനം നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് 1 മണിയോടുകൂടി ജമ്മു കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ഡോക്ടറെ തിരയുകയാണെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നെ, അതായത് മറ്റ് ഡോക്ടർമാർ പിടിയിലായി, ഒരാളെ കൂടി തിരയുന്നു എന്ന വാർത്തകൾ
വന്നതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഇയാൾ ഈ സ്ഫോടനം നടത്തുന്നത്. അതിൽ ചാവേറായി മരിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം ഈ സംഘത്തെ പൂർണ്ണമായും പിടികൂടുമെന്ന സൂചന ഇയാൾക്ക് കൃത്യമായി ലഭിച്ചു, ഈ തീവ്രവാദിക്ക് കൃത്യമായി ലഭിച്ചു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വഴിയിൽ താനും പിടിയിലാകുന്നതിന് മുൻപ് ഒരു സ്ഫോടനം നടത്തുക എന്ന നിലയിലേക്ക് ഇയാൾ നീങ്ങി എന്ന് തന്നെയാണ് കരുതുന്നത്. ചെങ്കോട്ടയ്ക്കും അടുത്തുള്ള ഗോൾഡൻ മോസ്കിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ 3 മണിക്കൂറാണ് ഈ കാർ പാർക്ക് ചെയ്തിരുന്നത്. വൈകുന്നേരം 3:19 കാറ് ഈ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു, അന്വേഷണ ഏജൻസികൾ ലഭിച്ചു. അതിനുശേഷം 6:48 പുറത്തേക്ക് പോകുന്നത്. അതിനർത്ഥം അതിനകത്ത് സ്ഫോടനം നടത്തുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ പ്രതീക്ഷിച്ച അത്ര ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ, പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നില്ല. തുടർന്നാണ് തിരക്കേറിയ തെരുവിലേക്ക് ഇറങ്ങാൻ ഈ ചാവേർ തീരുമാനിക്കുന്നത്. തുടർന്ന് വൈകുന്നേരം 6:55 6:48 ആ പാർക്കിങ്ങിൽ നിന്ന് വാഹനം പുറത്തേക്കിറക്കുന്നു. അതിലും ഒരാൾ മാത്രമാണെന്ന കാര്യം ദൃശ്യമാണ്. 6:55 ഈ സ്ഫോടനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയ്ക്ക് സമീപം ഡൽഹിയിൽ ഉണ്ടായ ആ സ്ഫോടനത്തിന്റെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് CNN News 18 ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്.